വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോണ്ടി ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ ഒരു പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പാലൊഴിക്കാം. ഈ പാലും ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതായത് കോക്കനട്ട് പൗഡർ 1/4 കപ്പ് അളവിൽ നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഒക്കെ ഇതിൽ വെന്തിട്ട് നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്. ഇപ്പോൾ പാലും കോക്കനട്ടും ഒക്കെ ഈ വെന്ത് വരുന്ന സമയത്ത് ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് ഒന്ന് ഇളക്കി മാറ്റി വെക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ നിന്ന് നന്നായിട്ടത് പിന്നീട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരുമിച്ച് ചേർത്തിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെ പാലൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വരുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടാവും. ഇത് പോരാ, ഇനി നന്നായിട്ട് നമുക്ക് കയ്യിലെടുത്ത് കഴിഞ്ഞാലൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു ലെവലിലേക്ക് വേണം നമുക്കിത് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കാരണം ഇത് പാത്രത്തിൽ നിന്ന് തന്നെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇത് എടുത്തിട്ടൊന്ന് ഉരുട്ടിയാൽ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജ് എത്തിയാൽ തന്നെ നമുക്ക് വേണ്ട പാകത്തിലായി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ക്രിസ്പി പോലെ, നമ്മൾ മറ്റേതൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു, ഇത് അങ്ങനെ വേവിക്കാത്തതാണല്ലോ. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്യുമ്പം ചെറുതായിട്ട് ഒരു ക്രിസ്പി പോലെ തോന്നും. ക്രിസ്പി അല്ല എങ്കിലും ആ ഒരു വെന്ത ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടെ ചേർക്കുന്നത്. അത് ഓപ്ഷനിലാണെന്ന് പറഞ്ഞു, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് തന്നെ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡ്രൈ ആക്കി എടുത്തതാണെങ്കിലും നല്ല സോഫ്റ്റാണിത്. അതുകൊണ്ട് തന്നെ ബോണ്ടി നല്ല ഷേപ്പിൽ റെഡിയാക്കി എടുക്കാനും നമുക്ക് പെട്ടെന്ന് പറ്റും. ഇനി നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് ബോണ്ടി ഷേപ്പായിട്ട് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ അധികം സ്ക്രാച്ച് ഒന്നും കൂടാതെ തന്നെ എല്ലാം നല്ലൊരു ഷേപ്പിലാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ബോണ്ടീസ് എല്ലാം തന്നെ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ എല്ലാം സെയിം ആയിട്ട് തന്നെ നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. ഇനി അരമണിക്കൂർ നേരത്തേക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിതിനെ തണുപ്പിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് സെറ്റായി വരുള്ളൂ. അതുകൊണ്ട് നമുക്കിതിനെ ഫ്രീസറിലേക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാം.
കോക്കനട്ട് ബൗണ്ടീസ് നമുക്ക് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം മിൽക്ക് ചോക്ലേറ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മിൽക്ക് ചോക്ലേറ്റാണ് കൂടുതലും നല്ലത്. ഇനി മിൽക്ക് ചോക്ലേറ്റ് ഇല്ല എങ്കിൽ ഡാർക്ക് ചോക്ലേറ്റിനോടൊപ്പം വൈറ്റ് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടേസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇതിലേക്കാണ് കോക്കനട്ട് പൗഡീസ് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കേണ്ടത്. അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് കോക്കനട്ട് ബൗണ്ടീസ് ബാർ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ലിക്വിഡില്ലേ, അതും കൂടെ നമ്മൾ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു നെറ്റും അതുപോലെ തന്നെ കുറച്ച് വലിയ ഒരു സ്റ്റീൽ ബൗളും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നെറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബൗണ്ടീസ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് എക്സസ് ആയിട്ട് കാണുന്ന ഈ ചോക്ലേറ്റ് ലിക്വിഡൊക്കെ ഒന്ന് താഴേക്ക് ഒഴുകി പോകാനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബൗണ്ടി ബാർ ഒരു ഫോർക്കിൻ്റെ ഹെൽപ്പോട് കൂടി അതൊന്ന് ചോക്ലേറ്റ് കവർ ചെയ്തെടുക്കുകയാണ്. ബൗണ്ടി ബാറിൻ്റെ മുകളിലൊക്കെ സാധാരണ ഒരു ഡിസൈൻ കാണാറില്ലേ, അതുപോലെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണേ. രണ്ടാമത്തെ ബാറും ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുന്നുണ്ട്. അതും കൂടെ നമുക്ക് ഈ ഒരു നെറ്റിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കാം. അപ്പോൾ നമ്മുടെ ബൗണ്ടി ചോക്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. ഇതിനകത്തുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഫില്ലിംഗ് ഒക്കെ കറക്റ്റ് തന്നെ ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, ചോക്ലേറ്റ് ഫില്ലിംഗ് ഒക്കെ അതിൽ തന്നെ ഉണ്ട്, ഒന്നും പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന കറക്റ്റ് അളവിൽ തന്നെ നമ്മളിതൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പോലെയുള്ള സെയിം ടേസ്റ്റിലും അതുപോലെ തന്നെ നല്ല ഒരു സ്ട്രക്ചറിലുള്ള ഒരു ബോണ്ടി ചോക്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.